ഇപ്പോൾ ഇന്നലെ പാറമേക്കാവ് ദേവസ്വം ബോർഡിന് കീഴിലുള്ള വെടിമരുന്ന് കേന്ദ്രത്തിൽ ഒരു വലിയ ബ്ലാസ്റ്റ് ഉണ്ടായി. ഏകദേശം 10-13 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക വൃത്തം ഒഫീഷ്യൽ ഡാറ്റ സൂചിപ്പിക്കുന്നത്. അത് മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. കാരണം പല ആളുകളെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എത്ര തൊഴിലാളികളാണ് അവിടെ പണിയെടുക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ല. അപ്പോൾ ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ദൃക്സാക്ഷികളായ ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തലേ ദിവസം അവിടെ ഒരുപാട് മാധ്യമപ്രവർത്തകർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ വല്ല സിഗരറ്റോ അല്ലെങ്കിൽ അവരുപയോഗിച്ച ക്യാമറ കണക്ഷനോ ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒരുപക്ഷെ വല്ല തീപ്പൊരിയും അവിടെ വീണത് കൊണ്ടാവാം. അതിനുശേഷം അവർ പോയി ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദുരന്തം ഉണ്ടായത് എന്ന തരത്തിലുള്ള സ്പെക്കുലേഷൻസ് പ്രചരിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എനിക്ക് ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ എക്സ്പ്ലോസീവായ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലൊക്കെ ഒന്നും വലിയ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ അതിനെ ജനങ്ങളിലേക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിലുള്ള ഇല്ല എന്നതാണ് സത്യം. ഉദാഹരണത്തിന് ഈ എക്സ്പ്ലോസീവ് കണ്ടന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ, പൂരത്തിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പടക്കങ്ങൾ, ഇതിനെക്കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞൊരു 2 മാസമായി നമ്മൾ വിഷുവിൻ്റെ ആഘോഷങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ ഇനി ഓണത്തിൻ്റെ ആഘോഷങ്ങൾ വരാനുണ്ട്, പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ യങ്ങസ്റ്റേഴ്സിൻ്റെ ഇടയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ പലതരത്തിലുണ്ടാകുന്ന കൗതുകങ്ങളും ചില വീണു പോകുന്നതും, തോക്ക് പോലെ ഉപയോഗിക്കുന്ന, ഗൺ പോലെ ഉപയോഗിക്കുന്ന പടക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മരം കത്തിച്ചതും അതുപോലെ തെങ്ങ് കത്തിച്ച പല വീഡിയോസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ പടക്കം കയറി ചെന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ബ്ലാസ്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായി. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പടക്കങ്ങളെല്ലാം, ഒരു കരിമരുന്നുകളെല്ലാം ഒരു തരത്തിൽ നമ്മുടെ ജീവന് അല്ലെങ്കിൽ നമ്മൾക്ക് വലിയ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള മെറ്റീരിയൽസാണ്. കാരണം അത് തീ കത്തുന്നതോടുകൂടി വലിയ ബ്ലാസ്റ്റ് സ്വാഭാവികമായിട്ടുണ്ടാകും. അതിലുപയോഗിക്കുന്ന കരിമരുന്നിനനുസരിച്ച് അതിൻ്റെ എക്സ്പ്ലോഷൻ റേറ്റ് സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ എൻ്റെ തന്നെ ലൈഫിൽ എൻ്റെ കഴിഞ്ഞ ഒരു പെരുന്നാൾക്ക് ഉണ്ടായ ഒരു അനുഭവം പറയാം. ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആയ ഒരു കുട്ടി, അവർ രണ്ടുപേരും 5-6 വയസ്സായ 2 ആളുകളാണ്. അവർ പൂത്തിരി കത്തിച്ചതിനിടയിൽ വലിയ സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ പൂത്തിരി ചാടി അത് ചെറിയ കുട്ടിയുടെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്താണ് തട്ടിയത്. ഒരു പക്ഷേ ഒന്നുകൂടി മാറി മറ്റൊരു തരത്തിൽ അങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ജീവിതകാലം മൊത്തം ആ കുട്ടി അനുഭവിക്കുന്ന തരത്തിലുള്ള വലിയ അപകടം ഒരുപക്ഷെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും മാനേജ് ചെയ്യുന്നതിൽ നമ്മൾ ഒട്ടും എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഗൺ രൂപത്തിൽ ആളുകളെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എക്സ്പ്ലോസീവ് കണ്ടന്റുകളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. ആസ് ഓഫ് നോ ഏതായാലും ഈ പാറമേക്കാവ് ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്പെക്കുലേഷൻസ് ഒക്കെ പ്രചരിപ്പിക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഈ ഒരു വെടിക്കെട്ടും പൂരങ്ങളും അതുപോലെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം ഇത്തരം ആഘോഷങ്ങളൊക്കെ നമ്മുടെ കാലങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ആഘോഷങ്ങളാണ്, നമ്മുടെ ആചാരങ്ങളാണ്, നമ്മുടെ സന്തോഷങ്ങളാണ്. കാരണം ഒറ്റയടിക്ക് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ കോട്ട് ഇവിടെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് എത്രത്തോളം നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് അതൊക്കെ എങ്ങനെയാണ് വളരെ സേഫായിട്ട് അത് കൺട്രോൾ ചെയ്യുക, സേഫായിട്ട് എങ്ങനെയാണ് അത് നടപ്പിലാക്കാൻ കഴിയുക, അത് നിർമ്മിക്കുന്ന സ്ഥലത്ത് എന്തെല്ലാം പ്രോട്ടോക്കോളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഗഹനമായ ചർച്ചകളും പഠനങ്ങളും നടത്തി അത് ലൈസൻസ് അനുവദിക്കുമ്പോൾ അത്തരത്തിൽ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവരേണ്ട ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വെടിക്കെട്ട് ദുരന്തം നടന്ന സ്ഥലത്ത് സന്ദർശിച്ച പല മാധ്യമപ്രവർത്തകരും അവരുടെ ആ ഒരു കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അവർ പടക്കങ്ങൾ നിർമ്മിക്കുന്നതും അവിടെയുള്ള ചേച്ചിമാരുടെയും പ്രായമായ വൃദ്ധരായ ആളുകളുടെയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ അവർ ചോദിച്ചന്വേഷിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരൊക്കെ കാലങ്ങളായിട്ട് ഒരു കുടിൽ വ്യവസായം പോലെ നിലനിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതൊന്നും ഒറ്റയടിക്ക് നിരോധിച്ച് കംപ്ലീറ്റ് ബാൻ ചെയ്തുകൊണ്ടൊന്നും നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊന്നും ഇല്ലാതാക്കാനോ നമുക്ക് കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു ട്രാവലർ മറിഞ്ഞ് 10ഓളം സ്റ്റാഫുകൾ ഒരു സ്കൂളിൽ നിന്ന് മരണപ്പെട്ടു പോയത്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ട്രാവലിൻ്റെ ലൈസൻസ് കംപ്ലീറ്റ് റദ്ദാക്കുക, അല്ലെങ്കിൽ ഇനി ടൂർ പോകുന്ന കംപ്ലീറ്റ് ഇല്ലാതാക്കുക, അങ്ങനെ ഒരു വൈൽഡായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കുന്നതിന് പകരം ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ദുരന്തങ്ങൾ നമ്മൾ സംഭവിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവിടെ അന്നത്തെ വിഷ്വൽസ് നമ്മൾ കാണുമ്പോൾ
അന്ന് എടുത്ത ഒരുപാട് സാധാരണക്കാരായ ചേച്ചിമാർ മരുന്നുണ്ടാക്കുന്ന കുറേ വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിലൊക്കെ എനിക്ക് കൗതുകമായി തോന്നിയത് എല്ലാം കരിമരുന്നുകളാണ്. ഒരു തീപ്പൊരി കത്തിയാൽ തന്നെ വളരെ ഉച്ചത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ കാര്യമായിട്ട് അത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട, ഇപ്പോൾ ലൈസൻസ് ഹോൾഡർ ആയ ഒരു ആൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ കരിമരുന്ന് ഉണ്ടാക്കുമ്പോൾ അവിടെ ഉണ്ടാവേണ്ടതായ ഫെസിലിറ്റികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊന്നും നമ്മുടെ സർക്കാർ സംവിധാനത്തിനൊന്നും കാര്യമായ ധാരണയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർക്കും ലൈസൻസ് കൊടുക്കും, അവരവിടെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള കരിമരുന്ന് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങും. എന്നിട്ട് അവരൊക്കെ ഒരു കുടിൽ വ്യവസായം പോലെ, ബോംബ് പോലെയുള്ള സാധനങ്ങളാണ്. ആളുകൾ അവിടെ ഇരുന്ന് പണിയെടുത്ത് കൈകൊണ്ട് ഉണ്ടാക്കി ഓല ഒക്കെ മേഞ്ഞിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള എക്സ്പ്ലോസീവ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മാലപ്പടക്കം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ദൃക്സാക്ഷിയായിട്ടുള്ളൊരു പ്രായമായ ഒരു വ്യക്തി പറയുന്നത്, ഒരു പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മാലപ്പടക്കങ്ങളൊക്കെ നിർമ്മിച്ചതിന് ശേഷം വെയിലത്ത് ഉണക്കാനിടുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ വെയിലത്ത് ഉണക്കാനിട്ട സമയത്ത് ചൂട് കൂടി ഒരു പക്ഷേ അങ്ങനെ ബ്ലാസ്റ്റ് ഉണ്ടായതാവാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനാലിസിസ് പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യത്തോട് യോജിക്കുന്നതാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതൊക്കെ ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ സ്പെക്കുലേഷൻസ് ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഒരു ദുരന്തം നടന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഇതൊരു തീരുമാനം എടുക്കാനൊന്നും കഴിയൂല. എന്നാലും ഭാവിയിൽ വിദൂര ഭാവിയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനുള്ള മുൻകരുതലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, സർക്കാർ മെഷീനറിയുടെ ഭാഗത്തുനിന്ന് കൺട്രോളോടുകൂടി ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ വളരെയധികം ഇതൊക്കെ നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ആചാരങ്ങളൊക്കെ ഒരേപോലെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഇനി അടുത്ത ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് ആനയുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം പല നേർച്ചകളിലും പല ക്ഷേത്ര പൂജകളിലുമൊക്കെ ഇത്തരത്തിലുള്ള ആനകളെ എഴുന്നള്ളിപ്പിക്കുന്ന സിസ്റ്റമൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിൽ ഉള്ള ഒരു അനുഭവം പറയാം. അപ്പോൾ ഞാൻ പട്ടാമ്പി നേർച്ചക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആ പട്ടാമ്പി നേർച്ചക്കൊക്കെ സംഭവിക്കുന്നത് ഒരു റോഡിൻ്റെ ഇരുവശങ്ങളും ജനക്കൂട്ടം സ്വാഭാവികമായിട്ട് ഒരുപാട് ഉണ്ടാകാറുണ്ട്. ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് ഈ ആന റോഡിലൂടെ കടന്നു പോകുന്നത്. അത് 1ഉം 2ഉം ആനകളല്ല, 10ഉം 20ഉം 50ഉം 60ഉം ആനകൾ പങ്കെടുക്കുന്ന വലിയ നേർച്ചകളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ ചൂടത്തും വെയിലത്തും ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ, അല്ലെങ്കിൽ ആനകൾ ഈ ചൂടും കൊണ്ട് പോവല്ലേ, സ്വാഭാവികമായിട്ട് അവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് ഒരുപക്ഷെ അവരൊരു ഇടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വലിയ മാനുഷിക ദുരന്തമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ നടക്കാനുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്നും ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒന്നുകൂടി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതൊക്കെ ഒന്നുകൂടി ഇതൊക്കെ ഒരു ശാസ്ത്രീയമായ സയൻറ്റിഫിക്കായ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഇതൊക്കെ നമ്മുടെ ആചാരത്തിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇത് വെറുതെ കുറേ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഒരു പടക്കങ്ങൾ വാങ്ങി അത് പൊട്ടുന്ന ആ സൗണ്ട് കേൾക്കുന്നതിൽ എന്ത് ആസ്വാദനമാണുള്ളത് എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ജീവിതത്തിൽ വലിയ ഹാംഫുൾ അല്ലാത്ത എഫക്റ്റ് ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഇതൊക്കെ നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാനുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, സ്പെക്കുലേഷൻസ് പ്രചരിപ്പിക്കാതിരിക്കുക. ആസ് ഓഫ് നോ ഫോറൻസിക് വിദഗ്ധരൊന്നും ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാധാരണക്കാരായ മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ അവിടെ ചെന്ന് അവിടെ പോയി കുറച്ച് സിഗരറ്റിൻ്റെ കുറ്റിയോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും വിട്ട് ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനൊന്നും ആരും ചെയ്യില്ല. അത്തരത്തിലുള്ള മാനവിക ബോധമില്ലാത്ത, അത്തരത്തിൽ ജനങ്ങളോട് സ്നേഹമില്ലാത്ത ആൾക്കാരൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ആളുകൾ. കാരണം 10-40 ആ പാവങ്ങളായ മനുഷ്യരുടെ മുഖത്ത് നോക്കി അവരൊക്കെ കൊന്നു തള്ളാനുള്ള നിർവികാരതയൊന്നും നമ്മുടെ ഒരു മനുഷ്യർക്കും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സ്പെക്കുലേഷൻസ് പ്രചരിപ്പിക്കുന്നതിന് പകരം ഇത്തരത്തിൽ ദുരന്തം ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. 2006 ഇതേപോലെയുള്ള ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2026 മറ്റൊരു ദുരന്തം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിലേക്ക് വന്ന് കമ്മീഷൻസ് വരും, കമ്മീഷൻസ് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തോട് ചേർത്തെത്തിക്കൊണ്ട് അപകടങ്ങൾ കുറച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും ഫെസ്റ്റിവലൊക്കെ നടത്താൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ഭാവി ജനതയ്ക്ക് വലിയ ഉപകാരപ്പെടും, ഭാവി ജനറേഷന് വലിയ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. താങ്ക് യു.